ഹായ് ഓൾ, വെൽക്കം ടു വിങ്സ് ടു ഇൻ എഡ്യൂക്കേഷൻ. നമ്മൾ പ്ലസ് വണ്ണിന്റെ സെയിം ഇംപ്രൂവ്മെന്റ് എക്സാംസ് ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ നിങ്ങളെ ആ ഒരു എക്സാമിന് പാസ്സാവുക മാത്രമല്ല നല്ലൊരു സ്കോറിലേക്ക് A+ലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ 100% സ്കോറിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി മുതൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ എക്സാം കഴിയുന്നത് വരെ വിങ്സ് ടു ഇൻ എഡ്യൂക്കേഷനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മൾക്ക് നേരിട്ട് ഒരു മെന്റർഷിപ്പിലൂടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ കാണാം. അതിലേക്ക് കോൺടാക്ട് ചെയ്യുക. വളരെ ചുരുങ്ങിയ ഫീൽ നിങ്ങളെ ഞങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ആദ്യം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കറിയാം എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് പഠിക്കുന്നത് അല്ലെ. ഒന്ന് ഇന്ത്യൻ ഇക്കോണമിയും അനദർ വൺ ഈസ് സ്റ്റാറ്റിസ്റ്റിക്സും. നമ്മൾ ആദ്യം ഇന്ത്യൻ ഇക്കോണമിയിലെ ഭാഗങ്ങളാണ് നോക്കി പോകുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരുപാട് ഭാഗങ്ങൾ നമ്മുടെ ചാനലിൽ മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എസ്പെഷ്യലി മലയാളം മീഡിയത്തിന് വേണമെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സസ് ഫോളോ ചെയ്തിട്ട് പോരാം. ഇനി അങ്ങോട്ട് നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും ഉതകുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആയിരിക്കും. ഓരോ യൂണിറ്റിന്റെയും ഇമ്പോർട്ടന്റ് ഏരിയാസ് നോക്കിയിട്ട് എല്ലാ യൂണിറ്റിനെയും ടച്ച് ചെയ്യുന്ന രീതിയിൽ ക്ലാസ്സസ് എടുത്തു പോകുന്നത്. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഇക്കോണമിയിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഇക്കോണമി ഓൺ ദി ഇയർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ഇന്ത്യൻ ഇക്കോണമിയുടെ ആ ഒരു സ്റ്റേറ്റിനെ കുറിച്ച്, ഇൻഡിപെൻഡൻസിന് തൊട്ട് മുമ്പേ എങ്ങനെയായിരുന്നു, ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്ത് എങ്ങനെയായിരുന്നു, അതിനുശേഷം എങ്ങനെയായിരുന്നു ഇന്ത്യൻ ഇക്കോണമി എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നോക്കാം അല്ലെ. ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെന്റിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇന്ത്യൻ ഇക്കോണമിയുടെ ബേസിക് ഫീച്ചേഴ്സ് നമുക്ക് അറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഇന്ത്യൻ ഇക്കോണമി സെക്ടേഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കും. പക്ഷെ ഇൻഡിപെൻഡൻസിന് ശേഷം എന്തുണ്ട് എന്ന് അറിഞ്ഞിട്ട് മാത്രം കാര്യമല്ല, ഇൻഡിപെൻഡൻസിന് മുമ്പേ എങ്ങനെയായിരുന്നു എന്നുള്ളതും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. അപ്പൊ ഫസ്റ്റ് ഇന്ത്യസ് ഇക്കോണമി പ്രയർ ടു ദി കൺട്രീസ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ആ ഒരു ഏരിയയാണ് ആദ്യം നമുക്ക് നോക്കാനുള്ളത്. അല്ലെങ്കിൽ ആ ഒരു അതിനെക്കുറിച്ചൊരു ചെറിയൊരു ധാരണ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നു, ഇന്ത്യയെ കോളനിയാക്കി മാറ്റി നമ്മളുടെ വെൽത്ത് എല്ലാം അവർ ഊറ്റിക്കൊണ്ടുപോയി നമ്മളെ പാപ്പരാക്കിയിട്ടാണ് അവർ ഇന്ത്യ വിട്ടുപോയത് ആണല്ലോ. അപ്പൊ ആ ഒരു സമയത്തെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇന്ത്യൻ ഇക്കോണമിയുടെ കണ്ണിൽ നിന്നും, ഇന്ത്യൻ ഇക്കോണമിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമുക്ക് നോക്കാം. ഐഡിയ ഓഫ് ദി വാരിയസ് കൺസിഡറേഷൻ ദാറ്റ് ഷേപ്ഡ് ഇന്ത്യസ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജി സ്ട്രക്ചർ ഓഫ് ഇന്ത്യസ് പ്രസന്റ് ഡേ ഇക്കണോമി ഇസ് നോട്ട് ജസ്റ്റ് ഓഫ് കറന്റ് മേക്കിംഗ്, ഇറ്റ് ഹാസ് ഇറ്റ്സ് റൂട്ട്സ് ഡീപ്ഡ് ഇൻ ഹിസ്റ്ററി അല്ലെ. ഒരിക്കലും ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ഒരിക്കലും ഒറ്റ നിമിഷം കൊണ്ട് കെട്ടിപ്പടുത്തുണ്ടായതല്ല അല്ലെ. ഇതിന് നല്ലൊരു ഇതിന്റെ പിന്നിൽ നല്ല വലിയൊരു ചരിത്രം തന്നെയുണ്ട് അല്ലെ. ഇങ്ങനെ അടുക്കി പുറക്കി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉറുമ്പ് അരിമണികൾ പെറുക്കി കൂട്ടുന്നത് പോലെ എന്ന് നമുക്ക് പറയാം. അങ്ങനെ പെറുക്കി കൂട്ടിയിട്ട് പക്കാ ദരിദ്രമാക്കി ഇട്ട ഇന്ത്യയെ ഇന്ന് കാണുന്ന ലെവലിലേക്ക് മേക്ക് ചെയ്തതിൽ നമ്മുടെ മുൻഗാമികൾക്ക് എന്തുണ്ട്, വലിയ പങ്കുണ്ട് അല്ലെ. നമ്മുടെ പോളിസി മേക്കേഴ്സിന് വലിയ പങ്കുണ്ട്. അവരോടൊക്കെ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, താങ്ക്ഫുൾ ആയിരിക്കണം. അത്ര ഇന്ന് കാണുന്ന ഈ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇന്ത്യയെ, എക്കണോമിക് വേയിൽ നോക്കുമ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഇന്ത്യയെ വാർത്തെടുത്തത് ആരാണ്? ഒരുപാട് പേരുടെ പ്രവർത്തന ഫലമായിട്ടാണ്, ഒരുപാട് പേരുടെ ശ്രമഫലമായിട്ടാണ്. അപ്പൊ അതിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. Okay, the sole purpose of the British colonial rule in India was to reduce the country to bring a raw material supply. അപ്പൊ നമുക്ക് ഇന്ത്യയിൽ എന്താണ് ബ്രിട്ടീഷുകാർ ചെയ്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണു അടച്ചിട്ട് ഒറ്റ ഉത്തരം നമുക്ക് പറയാനായിട്ട് പറ്റും. അതിൽ നിന്നും തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാനും മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. എന്താണ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂള് ഇന്ത്യയിൽ എന്തുണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു വെൽത്തി ആയിട്ടുള്ള കൺട്രീന്, ഇന്ത്യ എന്ന് പറയുന്ന സമ്പുഷ്ടമായിട്ടുള്ള ഒരു കൺട്രീന് അവർക്ക് വേണ്ടിയിട്ടുള്ള, ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ സപ്ലൈ ചെയ്യുന്നതിനുള്ള, അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമുള്ള ഒരു റോ മെറ്റീരിയൽ സപ്ലയർ ആക്കിയിട്ട് ഇന്ത്യയെ മാറ്റി അവരുടെ ഫിനിഷ്ഡ് ഗുഡ്സ് ഇവിടെ വിറ്റഴിക്കുന്നതിനുള്ള ഒരു മാർക്കറ്റായിട്ടും ഇന്ത്യയെ മാറ്റിയെടുത്തു. അപ്പൊ ഇന്ത്യ അവർക്ക് റോ മെറ്റീരിയൽസ് സപ്ലയർ ആയിട്ടും അവരുടെ മാർക്കറ്റ്, അവരുടെ സാധനങ്ങൾ വിൽക്കപ്പെടാനുള്ള ഒരു മാർക്കറ്റ് ആയിട്ടും മാറ്റിയെടുത്തു
എന്നുള്ളതാണ് നമുക്ക് ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൽ ഇക്കോണമിയുടെ ബേസിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് പറയാനായിട്ട് കഴിയാം. അപ്പൊ അത്തരത്തിൽ തികച്ചും എക്സ്പ്ലോയിറ്റേറ്റീവ് നേച്ചർ തന്നെയായിരുന്നു ആരുടെ സമീപനം? നമ്മുടെ ബ്രിട്ടീഷുകാരുടെ സമീപനം. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ എന്താക്കി മാറ്റുകയാണ്? ഇന്ത്യയുടെ വെൽത്തിൽ നിന്നും അവരെന്ത് ചെയ്യപ്പെട്ടു? മെച്ചപ്പെട്ടു. അവരുടെ നാടിന്റെ നന്മ, അവരുടെ നാടിന്റെ ഡെവലപ്മെന്റ്, അവരുടെ നാട്ടിലേക്കുള്ള വെൽത്ത്, ഇവ മാത്രമായിരുന്നു ആരുടെ ലക്ഷ്യം? ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ഇന്ത്യയില് എന്തെങ്കിലും ഒരു നല്ല പോളിസീസ് അവർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും ഏതിന്റെ ഭാഗമാണ്? അവരുടെ രാജ്യത്തിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കുക. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇൻഡയറക്ട്ലി എന്തെങ്കിലും നല്ലത് ഇന്ത്യയിൽ വരുത്തിയെന്നല്ലാണ്ട് അവർക്ക് ഗുണമാവുന്ന രീതിയിൽ എന്തെങ്കിലും വരുത്തി അത് ഇൻഡയറക്ട്ലി ഇന്ത്യക്കാർക്കും ഗുണമായി എന്നുള്ളതല്ലാണ്ട് ഇന്ത്യക്കാരുടെ ഗുണത്തിന് വേണ്ടിയിട്ടോ ഇന്ത്യൻ ഇക്കോണമിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടോ ആരും ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ബ്രിട്ടീഷുകാർ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് അണ്ടർ ദി കൊളോണിയൽ റൂൾ. കൊളോണിയൽ റൂളിൽ എന്ത് സംഭവിച്ചു? നമ്മൾ പറഞ്ഞു വന്നത് ഇന്ത്യൻ ഇക്കോണമിയെ നമുക്ക് മനസ്സിലാക്കാൻ ഇക്കോണമിക്ക് മുമ്പ് എന്ന് പറയുന്നത് കൊളോണിയൽ റൂളിന് മുമ്പ് എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് സമ്പുഷ്ടമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. ഈ സമ്പുഷ്ടമായിട്ടുള്ള രാജ്യത്തെ എങ്ങനെ കൊളോണിയൽ റൂൾ താറുമാറാക്കി എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഇന്ത്യനെ സംബന്ധിച്ച് ഇന്ത്യ ഹാഡ് ആൻ ഇൻഡിപെൻഡന്റ് ഇക്കോണമി ബിഫോർ ദി അഡ്വെന്റ് ഓഫ് ദി ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാര് ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ്, ബ്രിട്ടീഷുകാരുടെ കോളനിയായി മാറാത്തതിന് മുമ്പ് ഇന്ത്യക്കൊരു ചരിത്രം ഉണ്ടായിരുന്നു. ആ ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു ഇൻഡിപെൻഡന്റ് ഇക്കോണമി ആയിരുന്നു. ഒരു സ്വതന്ത്രമായിട്ടുള്ള ഇക്കോണമി ആയിരുന്നു. ഇന്ത്യക്കാർക്ക് ആവശ്യമുള്ളത് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. വേൾഡിൽ മൊത്തം അറിയപ്പെടുന്ന ഒരു മാർക്കറ്റ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. വേൾഡിൽ മൊത്തം അറിയപ്പെടുന്ന ഇൻഡസ്ട്രീസ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ഒരു സമ്പുഷ്ടമായിട്ട് ആരും കൊതിച്ചു പോകുന്ന വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു നേഷൻ ആയിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. മനസ്സിലായോ? അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ്, കൊളോണിയൽ റൂളിനൊക്കെ മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും സമ്പുഷ്ടമായിട്ടുള്ള സെക്ടർ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ സെക്ടർ ആയിരുന്നു, കാർഷിക മേഖലയായിരുന്നു. കാർഷിക മേഖലയിലായിരുന്നു ഇന്ത്യയുടെ മെജോറിറ്റി ആളുകളും ഒരുപാട് ആളുകൾ മേജർ ആളുകളും വർക്ക് ചെയ്തിരുന്നത്. ഏത് സെക്ടറിലായിരുന്നു? അഗ്രികൾച്ചറൽ സെക്ടറിലായിരുന്നു. ഈ അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നും കിട്ടുന്ന റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസും ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് കോട്ടന്, സിൽക്ക്, ടെക്സ്റ്റൈൽസ്, മെറ്റല്, അതേപോലെ പ്രഷ്യസ് സ്റ്റോൺസ്, ഇത്തരത്തിലുള്ള ഹാൻഡിക്രാഫ്റ്റഡ് ഐറ്റത്തിന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന പേര് തന്നെ ഇന്ത്യക്കുണ്ടായിരുന്നു. മനസ്സിലായോ? അഗ്രികൾച്ചറൽ സെക്ടർ വളരെ സമ്പുഷ്ടമായിരുന്നു. അഗ്രികൾച്ചറൽ സെക്ടറിനെ ആശ്രയിച്ച് മെജോറിറ്റി ആളുകളും 70% കൂടുതൽ ആളുകൾ അഗ്രികൾച്ചറൽ സെക്ടറിനെ, കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്നു. ഈ അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നും കിട്ടുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയ കോട്ടൺ, സിൽക്ക് ടെക്സ്റ്റൈൽസും മെറ്റൽസ്, അതുപോലെ തന്നെ പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ് അല്ലെ, ഇത്തരത്തിലുള്ള ഹാൻഡിക്രാഫ്റ്റഡ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ സജീവമായിരുന്നു. അതിന് ലോകമെമ്പാടുമുള്ള പോപ്പുലാരിറ്റിയും ഫെമിലാരിറ്റിയും ഇന്ത്യക്ക് കിട്ടിയിരുന്നു. ലോകത്തൊക്കെ ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റഡ് പ്രൊഡക്ട്സിന് നല്ലൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റഡ് ഐറ്റംസ് തേടിയിട്ട് ഇന്ത്യയിൽ വന്നിരുന്നു. അത്തരത്തിൽ എല്ലാം കൊണ്ടും സമ്പുഷ്ടമായിട്ട് അങ്ങനെ നല്ല രീതിയിൽ കഴിഞ്ഞു പോയ ഒരു കൺട്രി ആയിരുന്നു, ഒരു ഇക്കോണമി ആയിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി പിന്നെ അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ദി ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദെയർ ഹോം കൺട്രി എന്നുള്ളത് മാത്രമായിരുന്നു ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വന്നപ്പോൾ. ഈ വെൽത്ത് ഒക്കെ കണ്ടിട്ടാണ് പോർച്ചുഗീസുകാരടങ്ങുന്ന, ഡച്ചുകാരടങ്ങുന്ന, ഇംഗ്ലീഷുകാരടങ്ങുന്ന, ഫ്രഞ്ചുകാരടങ്ങുന്ന വിദേശികൾ എങ്ങോട്ട് വന്നത്? ഇന്ത്യയിലേക്ക് വന്നത്. ഇവരൊക്കെ ഇന്ത്യയെ ഒരു കോളനിയാക്കി മാറ്റാനായിട്ട് ശ്രമിച്ചു. പല രീതിയിലും അവരതിൽ വിജയിച്ചു. ഏറ്റവും കൂടുതൽ ഇതിൽ നിന്നും കൂടുതൽ കാലത്തേക്ക് ഏറ്റവും ഇന്ത്യയെ താറുമാറാക്കുന്ന രീതിയിൽ ഭരണം നടത്തിയ, കോളനി ആക്കി മാറ്റിയത് ബ്രിട്ടീഷുകാരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എത്രയുണ്ടായിരുന്നുള്ളൂ? ഇന്ത്യയുടെ വെൽത്ത് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുക, ഇന്ത്യയുടെ ചെലവിൽ ആര് വികസിതമാവുക? ബ്രിട്ടൻ വികസിതമാവുക, ബ്രിട്ടീഷുകാരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ആരുടെ ലക്ഷ്യം? ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അവർ വരുത്തിയ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറൽ ചേഞ്ച്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഘടന തന്നെ അവർ മാറ്റിമറിച്ചു. ഇന്ത്യൻ ഇക്കോണമിയുടെ സ്ട്രക്ചർ തന്നെ മാറ്റിമറിച്ചു. എന്താ ചെയ്തത് അവര്?
transforming the country into supplier of raw materials and consumer of finished industrial products from Britain. ഇന്ത്യയില് നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, ഇന്ത്യയുടെ മെജോറിറ്റി ആളുകളും ആരെ ആശ്രയിച്ചാ ജീവിച്ചിരുന്നത്? അഗ്രികൾച്ചറൽ സെക്ടറിനെ ആശ്രയിച്ചാ ജീവിച്ചിരുന്നത്. ഈ അഗ്രികൾച്ചറൽ സെക്ടർ ഇന്ത്യയിൽ എന്താണെന്നോ സമ്പന്നമായിരുന്നു. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നും കിട്ടുന്ന റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കള് ബ്രിട്ടൻകാരെന്ത് ചെയ്തു? വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ ഇന്ത്യക്കാരുടെ അടുത്ത് നിന്നും വാങ്ങി. എന്നിട്ട് ഈ അസംസ്കൃത വസ്തുക്കൾ എങ്ങോട്ട് കൊണ്ടുപോയി? ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ പുതിയ മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്തു? നല്ല പ്രൊഡക്ട്സ് അവര് പ്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ആ പ്രൊഡക്ട്സ് അങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു, ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവന്നു. എന്നിട്ട് ഇന്ത്യക്കാർക്ക് അത് വളരെ വലിയ വിലക്ക് വിറ്റു. അപ്പൊ ഇവിടെ എന്തൊക്കെ സംഭവിച്ചു? ബ്രിട്ടനുകാരുടെ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ഒരു സപ്ലയർ ആയിട്ട് ഇന്ത്യ മാറി. റോ മെറ്റീരിയൽസ് സപ്ലയർ ആയിട്ട് ഇന്ത്യ മാറി. അതുകൊണ്ട് അവര് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കിട്ടുന്ന പ്രൊഡക്ട്സ് വിൽക്കപ്പെടാനുള്ള വെറും ഒരു മാർക്കറ്റ് ആയിട്ടും ഇന്ത്യ മാറുകയാണ് ഉണ്ടായത്. അപ്പൊ ഒബ്വിയസ്ലി നമുക്ക് പറയാനായിട്ട് പറ്റും, കൊളോണിയൽ ഗവൺമെന്റ് നെവർ മേഡ് എനി സിൻസിയർ അറ്റംപ്റ്റ് ടു എസ്റ്റിമേറ്റ് ഇന്ത്യാസ് GDP ആൻഡ് GNP. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ എന്ത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും? ഇന്ത്യൻ ഇക്കോണമിയുടെ അവസ്ഥ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഇന്ത്യക്കാർക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ അവർ എന്ത് ചെയ്തു? ഇന്ത്യയുടെ നാഷണൽ ഇൻകത്തെ കുറിച്ച് മെഷർ ചെയ്യാനോ ഇന്ത്യൻ ഇക്കോണമിയെ കുറിച്ച് മെഷർ ചെയ്യാനൊന്നും അവരെന്ത് ചെയ്യില്ല, തയ്യാറായില്ല. പക്ഷെ ഇന്ത്യക്കാർക്ക് പിന്നെ പതിയെ പതിയാണ് എന്ത് മനസ്സിലായത്? ഇവർ നമ്മളെ കോളനിയാക്കി മാറ്റാണ്, അവർക്ക് ആവശ്യമായിട്ടുള്ള നമ്മളുടെ വെൽത്തൊക്കെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവരെന്ത് ചെയ്യാനായിട്ട് ശ്രമിച്ചു? ഇന്ത്യയുടെ നാഷണൽ ഇൻകം മെഷർ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതായത് എന്താണ് ഈ നാഷണൽ ഇൻകത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഇന്ത്യയുടെ എമിനന്റ് ആയിട്ടുള്ള നോട്ടബിൾ ആയിട്ടുള്ള എസ്റ്റിമേറ്റേഴ്സ് ഒരു ശ്രമം നടത്തി. അതിൽ പ്രധാനപ്പെട്ടവരായിരുന്നു ദാദാബായ് നവറോജി, വില്യം ഡിഗ്ബി, ഫിൻലെ ഷിറാസ്, ആർ വി റാവു എന്നിവരൊക്കെ. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ഒരു മൊത്തമായിട്ടുള്ള ഒരു അവസ്ഥ അല്ലെ, നമ്മുടെ വെൽത്തിനെ അവര് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ടറി സെഷൻ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾക്ക് അഗ്രികൾച്ചറൽ സെക്ടറിൽ എന്ത് സംഭവിച്ചു, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്ത് സംഭവിച്ചു, ഫോറിൻ സെക്ടറിൽ എന്ത് സംഭവിച്ചു, ഇൻഫ്രാസ്ട്രക്ചറിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ നോക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു എസ്സേക്ക് വരുമ്പോൾ ഇപ്പം ഇന്ത്യയുടെ കേസ്, ഇന്ത്യയുടെ ഡെവലപ്മെന്റ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ കൊളോണിയൽ പീരീഡിലൊക്കെ ഉള്ള ഒരു ഇൻഡിപെൻഡൻസ്, ഒരു ഡെവലപ്മെന്റിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇത് ചേർക്കാനായിട്ട് പറ്റും. എന്താണ് ഇന്ത്യയെ എങ്ങനെയാണ് ഇന്ത്യയെ അവർ യൂസ് ചെയ്തത്, ഇവർ വരുന്നതിന് മുമ്പ് ഇന്ത്യ എങ്ങനെയായിരുന്നു, ഇവർ വരുന്ന സമയത്ത് ഇന്ത്യ എങ്ങനെയായിരുന്നു, ഇനി അവർ എന്താണ് ഇന്ത്യയിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചത്, എന്താണ് വെറും സപ്ലയർ ആക്കിയിട്ട് മാറ്റുക, വെറും ഒരു ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഒരു മാർക്കറ്റ് ആക്കിയിട്ടും ഇന്ത്യയെ മാറ്റുക, എന്നിട്ട് ഇന്ത്യയുടെ വെൽത്ത് എല്ലാം ബ്രിട്ടനിലേക്ക് കൊള്ളയടിച്ച് ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്നുള്ളത്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനിയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ഏരിയാസിലേക്ക് കടക്കാനായിട്ട് പോവുക. അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, ഫോറിൻ സെക്ടർ, ഇൻഫ്രാസ്ട്രക്ചറൽ സെക്ടർ. ഇവയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, എന്തൊക്കെ മാറ്റങ്ങളാണ് വേ ഓഫ് ഇൻഡിപെൻഡൻസിൽ ഉണ്ടായത് എന്ന് നോക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് സെഷനായ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ലേണിംഗ്.